ജോലി തേടിയെത്തുന്ന ഉദ്യോഗാർത്ഥികളെ പിഴിഞ്ഞ് പണമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ്. മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത് 2500 രൂപ വരെയാണ്. വൻതുക ഇത്തരത്തിൽ ഫീസായി ഈടാക്കുമ്പോൾ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളാണ് വലിയ പ്രതിസന്ധിയിലാകുന്നത്. 184 വെറ്റിനറി സർജന്മാരുടെയും 168 ഡ്രൈവർ കം അറ്റൻഡറുടെയും ഒഴിവാണ് മൃഗസംരക്ഷണ വകുപ്പിൽ റിപ്പോർട്ട് ചെയ്തത്. എല്ലാം താൽക്കാലിക നിയമനങ്ങൾ. ഈ ഒഴിവുകളിലേക്ക് അപേക്ഷയും ക്ഷണിച്ചിട്ടുണ്ട്. CMDയുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ടെസ്റ്റ് അവിടെയാണ് തുടങ്ങുന്നത്. അപേക്ഷ സമർപ്പിക്കാനായി ഓൺലൈനിൽ കയറിയവർ അതുവരെ ഇല്ലാത്തൊരു സംഭവം കണ്ടു ഞെട്ടി. വെറ്റിനറി സർജന് 2500 രൂപയും ഡ്രൈവർ കം അറ്റൻഡർക്ക് 2000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഇതിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റ്, മൊബൈൽ സർജറി യൂണിറ്റ്, കോൾ സെന്റർ എന്നിവിടങ്ങളിലെ ഒഴിവുകളിലേക്ക് പ്രത്യേകമായി അപേക്ഷയും സമർപ്പിക്കണം. ഓരോ അപേക്ഷയ്ക്കും പ്രത്യേകം ഫീസ് നൽകണം. ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളെ പിഴിഞ്ഞ് കോടികൾ നേടാനാണ് സംസ്ഥാന സർക്കാരിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ശ്രമം. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനത്തിനായി അപേക്ഷിക്കുമ്പോൾ മുമ്പൊന്നും ഇത്തരത്തിൽ അപേക്ഷാ ഫീസ് നൽകേണ്ടിയിരുന്നില്ല. ഒഴിവുകൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. 5000 അപേക്ഷകൾ ലഭിച്ചാൽ തന്നെ 1 കോടിയിലധികം രൂപ സർക്കാർ ഖജനാവിലെത്തും. എന്നാൽ ഉയർന്ന ഫീസ് കാരണം സാധാരണക്കാരായ പല ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കാൻ മടിക്കുകയാണ്. എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.